ഹലോ ഗൈസ്, വീടുകളുടെ മുന്നിൽ മനോഹരമായ പുല്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ലുകൾ അതെങ്ങനെയാണ് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നാൽ അവിടെ കുറേ പുല്ല് വെച്ചിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ. ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഞാൻ തന്നെ കുറേ പുല്ല് വെച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ ഒരു കത്തി വേണം. എന്നിട്ട് ഇതിന് അളവ് കൊടുക്കുക. ഇതിപ്പോൾ ഇത് വെച്ചാട്ടോ, ഇതാ ഇതിങ്ങനെ കാണിച്ചു തരാം. ഇടുക ഇതേപോലെ ആയിരിക്കും പുല്ല് വെക്കാനുള്ള ക്യാപ്പ്. പ്ലാവ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഗ്രൗട്ട് ഇട്ടിട്ട് ഉറപ്പിക്കും. ഉറപ്പിച്ചതിന് ശേഷം ഇതേപോലത്തെ പുല്ല് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആണി അടിക്കും. ആണി അടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുക. ഇതേപോലത്തെ ആണി അടിക്കുകയാണ് ചെയ്യട്ടോ. ഇതിപ്പോൾ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് എടുത്താണ്. രണ്ട് ആണി അടിച്ചിട്ടുള്ളൂ, എടുത്തു. അപ്പോൾ ഗൈസ് ഇതേപോലെ ആയിരിക്കും പിന്നെ ഉണ്ടാകുക. കോൺക്രീറ്റ് ഇട്ടാണ്ട് ഇങ്ങനെ ഉറപ്പിച്ചാണ്. അപ്പോൾ നമുക്ക് ആണി അടിക്കാം. ഇങ്ങനെ ആണി അടിക്കുക, ആണി ചെയ്യുക. ഇങ്ങനെയാണ് പരിപാടി. സിമ്പിൾ പരിപാടിയാണ്. ഇനി ഇതാ ഇവിടെയും കൂടി കുറച്ച്, ഇത് ഫുൾ ഇടണില്ല, അല്ല പറയണേ, ഇതാ ഇത്രക്ക് വീതിയിൽ ഈ കത്തിയോണ്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അത്ര മതി. ഇങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ആണി അടിക്കുക കേട്ടോ. അതാ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇവിടെ അങ്ങനെ ആണിയിട്ട് കൊടുക്കുക. നല്ല കോൺക്രീറ്റ് ആണി വേണം കേട്ടോ. കോൺക്രീറ്റ് ആണിൻ്റെ അടിച്ചാൽ അവിടെ കിടക്കും. കോൺക്രീറ്റ് ആണി ഇതിപ്പോൾ കയറുള്ളൂ. ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ വർക്കാണ്. ബംഗാളികളൊക്കെ വിളിച്ചാലേ ഓല് പൈസയും കൊടുക്കണം. ഓല് അതെ, നമുക്ക് തൃപ്തികരമാവുന്ന രീതിയിൽ ചെയ്യൂല അല്ലേ? അതാണ്. ചിലയിടത്തൊക്കെ വീതി കൂടുതലുണ്ടാവും, പക്ഷെ അവിടെ ചിലപ്പോൾ വീതി ഇല്ലാത്തൊക്കെ അടിക്കും. അപ്പോൾ വളരെ സില്ലിയാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് വീടിൻ്റെ മുന്നിൽ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ജോയിൻ്റ് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ ആണിന് കൊടുക്കുക.
അതെങ്ങനെയുണ്ട്? 145 രൂപയാണ് ഒരു സ്ക്വയർ പീസിന് കേട്ടോ. ആ നിരക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, ഗ്രാസ് അടക്കം. അപ്പോൾ ഇതാണ് ഫൈനൽ റിപ്പോർട്ട് ഗൈസ്. വേണ്ട, മഴ പെയ്യുമ്പോൾ നല്ല ഭംഗിയാട്ടോ. മഴ ഇങ്ങനെ നനഞ്ഞാലേ കല്യാണം നല്ല രസമാണ്. ഇപ്പോൾ കാറിങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ട് കുറച്ച് ചളിയൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് അടിപൊളിയായിട്ട് കഴുകിയ ഇതേപോലെ ഉണ്ടാവും. അവിടെ ചളിയൊന്നും ആവാത്തതുകൊണ്ട് രസമുണ്ട്. ഇതിൻ്റെ റോഡൊക്കെ ഇതാണ് അവസ്ഥ. ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ചാല് കീറി കുളമാക്കിയതാണ്. ഇപ്പോൾ വെള്ളമല്ല, റോഡും ഇല്ലാതായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, ഇതാണ് നമ്മുടെ വീട്.